തുടക്കം മൂവി തുടക്കം മൂവി വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല കളക്ഷൻ നേടിക്കൊണ്ട് ആളുകളുടെ നല്ല അഭിപ്രായം നേടിക്കൊണ്ടാണ് തുടക്കം മൂവി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ, അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് ജോ ആൻ്റണി എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളായിട്ട് ഈ തുടക്കം സിനിമയിൽ എത്തിയിരിക്കുന്നത്. ഇരുവരുടെയും തുടക്ക സിനിമയാണ്. ഈ തുടക്കം എന്ന പേരിന് അർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് തുടക്കക്കാരായ ഇവർ രണ്ടുപേരും കട്ടക്ക് ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇങ്ങനെ മുന്നോടുകയാണ്. അപ്പോൾ ഇവർ തുടക്കക്കാരാണെന്ന് ആർക്കും ഈ തുടക്കം സിനിമയുടെ എഡിറ്റർ ചമൻ ചാക്കോയാണ്. ഈ ചമൻ ചാക്കോയുടെ അസോസിയേറ്റ് എഡിറ്ററായിട്ട് നമ്മുടെ നാട്ടുകാരനായ ധർമ്മശാലക്കാരനായ രാഹുൽ രഘുനാഥാണ്. നമ്മുടെ സ്വന്തം ചക്കനാണ്, നമ്മുടെ ചങ്ങായിയാണ്. അപ്പോൾ അഭിമാനമാണ് നമുക്ക് തുടക്കം എന്ന സിനിമയിൽ അസോസിയേറ്റ് എഡിറ്ററായിട്ട് രാഹുൽ രഘുനാഥ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി രാഹുലിന് സാധിക്കട്ടെ. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവർ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ കണ്ടവർക്കറിയാം, അതിഗംഭീരമായിട്ട് വിസ്മയ മോഹൻലാൽ ഈ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന പോലെയില്ല, ആ ഒരു രൂപത്തിൽ തന്നെയാണ് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, ഒരു സാധാരണ ഉണ്ടായ ക്യാരക്ടർ തന്നെയാണ് സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ആക്ഷൻ രംഗങ്ങൾ, കുറച്ചും കൂടി ആക്ഷനൊക്കെ നമ്മൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ പ്രതീക്ഷിക്കുന്നതിനാട്ടിയും കൂടുതൽ ഒരു ഫൈറ്റ് സീനൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിസ്മയ മോഹൻലാൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിൻ്റെ റിസൾട്ട് ഈ കിട്ടിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ജൂഡ് ആൻ്റണി ജോസഫാണ്. നമുക്കെല്ലാം അറിയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂരാണ്. ആശീർവാദ് സിനിമാസ്, മോഹൻലാലിൻ്റെ സ്വന്തം കമ്പനിയായ ആശീർവാദ് സിനിമാസാണ് ഈ ബാനറിലാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് വിസ്മയ മോഹൻലാൽ, അതുപോലെ തന്നെ ആശിഷ് ജോ ആൻ്റണി, ഇരുവരുടെയും അഭിനയം ഒരു രക്ഷയില്ല. കണ്ടിരിക്കേണ്ട സിനിമയാണ്. പ്രത്യേകിച്ചിട്ട് സ്ത്രീജനങ്ങൾ, കുട്ടികൾ ഒക്കെ ഫാമിലിയായിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന ത്രില്ലർ മൂവി തന്നെയാണ് തുടക്കം. അപ്പോൾ തുടക്കം സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം കാണിക്കുന്നത് തന്നെ ആശിഷ് ജോ ആൻ്റണിയാണ്. ആശിഷ് ജോ ആൻ്റണിയെ പറയുമ്പോൾ തന്നെ ആശിഷ് ജോ ആൻ്റണിയുടെ തുടക്ക സിനിമയാണെന്ന് നമുക്ക് തോന്നുകയില്ല. അമ്മാതിരി അഭിനയമാണ് ചങ്ങായി കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു വില്ലൻ എങ്ങനെയാവണം, ആ രീതിയിലുള്ള കോസ്റ്റ്യൂമാണ്. ആ ഒരു ആശിഷിനെ കാണുമ്പോൾ തന്നെ മുഖത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു വില്ലത്തരം ഉണ്ടല്ലോ, ആ ഒരു നമുക്ക് കാണുമ്പോൾ ഉള്ള ഒരു ഫീലില്ലേ, ആ ഫീല് നമുക്ക് ആശിഷിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആശിഷ് എന്ന ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ചില സിനിമയിൽ കാണുന്ന വില്ലന്മാരുണ്ടല്ലോ, ഈ പണി സിനിമയിലൊക്കെ ഉണ്ടായ വില്ലന്മാരെ പോലെയാണ്. ഇവർക്ക് സ്ത്രീകളോടുള്ള ഒരു പ്രത്യേക ഒരു ഇത്, അതുപോലെ തന്നെ എന്തും ചെയ്യും, കൊല്ലും, റേപ്പ് ചെയ്യും. ഒരു പെണ്ണിനെ കണ്ടാൽ അപ്പാട് റേപ്പ് ചെയ്യാൻ തോന്നുന്ന പ്രകൃതം, ഒരു എന്താ പറയുക, മാനസിക രോഗം, കൊല്ലുന്നതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന, ചോര കുടിക്കുന്നതൊക്കെ ആസ്വദിക്കുന്ന ഒരുതരം മാനസിക രോഗമുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ട്, അതായത് കാണുന്ന പ്രേക്ഷകർക്ക് ആ ഒരു ക്യാരക്ടറിനെ കൊല്ലാൻ തോന്നുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ വരും. ആ രീതിയിലേക്കുള്ള ആ ക്യാരക്ടറിൻ്റെ വിജയം ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്ക സിനിമയാണ്. തുടക്കം എന്ന രീതിയിൽ ആർക്കും മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര ഗംഭീരമായിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു വിസ്മയക്ക് പറ്റുന്ന രീതിയിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ സായികുമാറാണ് അച്ഛൻ വേഷത്തിലുണ്ടായിരിക്കുന്നത്. മനോജ് കെ ജയൻ പോലീസ് CI ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജാഫർ ഇടുക്കിയുണ്ട് പോലീസായിട്ട്. അതുപോലെ തന്നെ ജിബിൻ പോലീസായിട്ടുണ്ട്. അതുപോലെ മോഹൻലാൽ ഇതിൽ ഒരു റോളിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രെയിലറൊക്കെ കണ്ടവർക്ക് അറിയാം ലാലേട്ടൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്ന്. അപ്പം വിസ്മയുടെ അച്ഛൻ എന്ന രീതിയിൽ ലാലേട്ടൻ ഒരു മാസ്റ്റർ എന്ന ക്യാരക്ടറിലാണ് വരുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫൈറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ആ സിനിമക്ക് ആ ഒരു ഫൈറ്റ് വേണ്ടിയിരുന്നില്ല, അത് വിസ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലാലേട്ടൻ ഒരു മാസ്റ്ററാണ്. ലാലേട്ടൻ നേരിട്ട് ഫൈറ്റ് ചെയ്യാതെ വിസ്മയെ കൊണ്ട് ആ ഒരു ഫൈറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം വിസ്മയക്കും അതുപോലെ തന്നെ ആശിഷ് ജോ ആൻ്റണിയുടെയും വരും കാലങ്ങളിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണ് ഈ തുടക്കം മൂവി. വരും കാലങ്ങളിൽ നല്ല റോളുകൾ കിട്ടിയിട്ട് അവർക്ക് നല്ല നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയാകട്ടെ. അടിപൊളി സിനിമ എന്തായാലും തീർച്ചയായിട്ടും സിനിമ പ്രേമി എന്ന നിലയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടാൽ പൈസക്ക് മുതലാവും.
കാരണം വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഇങ്ങനെ തിയേറ്ററിൽ പോകുന്നത് അറിയില്ല. ആ ഒരു രീതിയിൽ നല്ല പടമായിട്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ പടം കാണുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.